ബജറ്റ് വരാൻ പോവാണ്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു, ഇനി സംസ്ഥാന ബജറ്റിലേക്കാണ്. എല്ലാ ജില്ലകൾക്കും അവരുടേതായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാന ബജറ്റിലും വടക്കൻ ജില്ലയായ കാസർഗോഡിന് പ്രതീക്ഷകൾ കുറച്ചുകൂടി കൂടുതലാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലയിൽ ഇത്തവണയെങ്കിലും ഒരു മാറ്റം വേണം. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ് ആദ്യ പ്രതീക്ഷ. ആവശ്യത്തിന് ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി സമ്പൂർണ്ണമായ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്നതാണ് സർക്കാർ പ്രഖ്യാപനം. കാസർഗോട്ടെ താലൂക്ക് ആശുപത്രിയിൽ നിരവധി സൗകര്യങ്ങൾ പുതുതായി ഏർപ്പെടുത്തിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കൂ. ഇതിനായി വലിയ തുക സംസ്ഥാന ബജറ്റിൽ വകയിരുത്തേണ്ടി വരും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിലാണ്. സർക്കാർ പ്രത്യേക പാക്ക് അനുവദിച്ചാൽ മാത്രമേ ഇതും പൂർത്തീകരിക്കാനാകൂ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും അതോടൊപ്പം കാസർഗോട്ടെ ജനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സംവിധാനം നിലവിലില്ല. സത്യത്തിൽ കാസർഗോഡ് ആരംഭിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജും അത് വളരെ യാഥാർത്ഥ്യമാക്കും. കാസർഗോട്ടെ ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ബജറ്റിൽ എന്തായാലും തുക മാറ്റിവെക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിൽ ജില്ലയ്ക്ക് അഭിമാനമായ ബേക്കലിനുമുണ്ട് കടലോളം പ്രതീക്ഷകൾ. ഉത്തരമലബാറിന്റെ ഊട്ടിയായ റാണിപുരവും മഞ്ഞം പൊതിക്കുന്നും നാടറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന ആവശ്യത്തിനും പഴക്കമേറെയാണ്. വലിയ പറമ്പിലെയും തൃക്കരിപ്പൂർ കവായ് മേഖലകളിലെ ജലഗതാഗത ടൂറിസത്തിനും അർഹമായ പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രൂപം നൽകിയ കാസർഗോഡ് വികസന പാക്കേജിൽ കൂടുതൽ പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകളും ജില്ല അർഹിക്കുന്നുണ്ട്. ഒപ്പം IT, വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കാനും സർക്കാർ പണം അനുവദിക്കണം. കായിക വകുപ്പ് പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ പിങ്ക് സ്റ്റേഡിയം നിർമ്മാണത്തിനും ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്നാണ് പ്രതീക്ഷ. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. അപ്പോൾ അർഹമായ പരിഗണന കാസർഗോഡിന് കിട്ടട്ടെ, മറ്റ് ജില്ലകൾക്കും കിട്ടട്ടെ. കൃത്യമായ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നല്ല സ്പെഷ്യലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് ധനമന്ത്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?